ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1919. ഇന്ന് ഏപ്രിൽ മാസം 2-ാം തീയതി, 92-ാമത്തെ ദിവസത്തിലെത്തി. നോമ്പിന്റെ നാളുകളിൽ അനുതാപത്തിന്റെ ദിനങ്ങളാണെന്നുകൂടി നമ്മൾ മറന്നുപോയെന്ന് സംശയമുണ്ട്. പാപബോധവും പശ്ചാത്താപവും ശരിക്കും ആവശ്യത്തിനുള്ള തിരുത്തലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഭംഗി തരും. ഓരോരുത്തരും അവനവന്റെ ജീവിതത്തെ കുറെ കൂടി അടുത്തു പിടിച്ച് സൂക്ഷ്മമായി ഏകാഗ്രതയോടുകൂടി ഒന്ന് പരിശോധിക്കേണ്ട കാലവും സമയവും സന്ദർഭവുമാണ് നോമ്പ്. നമ്മളൊക്കെ പ്രകാശിതരാകേണ്ട മനുഷ്യരാണ്. യേശുവാകുന്ന പ്രകാശത്തോട് ഒട്ടി ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അങ്ങനെ നമ്മളും പ്രകാശിതരാകാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അവനവന്റെ സ്വകാര്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചെറിയ ഒരു വട്ടത്തിനകത്ത് നമ്മളെ പരിസരത്തെ ഒന്ന് വരച്ചിട്ടിട്ട് വെട്ടം കൊളുത്തുന്നവരാണോ വെളിച്ചം കെടുത്തുന്നവരാണോ നമ്മൾ? ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. കുറേയേറെ ഹൃദയവേദന സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സാന്നിധ്യം നമ്മളുടെ ഒപ്പമുള്ള മനുഷ്യർക്ക്, ഉറ്റവർക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു പ്രകാശത്തിന്റെ, പ്രചോദനത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ, സന്തോഷത്തിന്റെ ഒക്കെ ഒരു അനുഭവമാണ് പകരുന്നത്. അതോ നമ്മുടെ സാന്നിധ്യവും ശബ്ദവും ഇടപെടലുമൊക്കെ ഭയത്തിന്റെയും അസ്വസ്ഥതയുടെയും അസമാധാനത്തിന്റെയും ഒക്കെ അലകളാണ് നിറയ്ക്കുന്നത്. ഇങ്ങനെയൊരു വചനമുണ്ട് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിൽ. ഒരു വലിയ ശിക്ഷ ലോകത്തിന് വന്നു കഴിഞ്ഞെന്നാണ് പറയുക. കിട്ടിയ ശിക്ഷയെക്കുറിച്ചാണ്, ഏറ്റുവാങ്ങിയ ശിക്ഷയെക്കുറിച്ചാണ്. എന്താണ്? ലോകത്തിലേക്ക് പ്രകാശം വന്നിട്ടും ലോകം അത് തിരിച്ചറിഞ്ഞില്ല. ലോകത്തിലുള്ള മനുഷ്യരാവട്ടെ അപ്പോഴും പ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു. അന്ധകാരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ളതാണ്. എന്താണ് അന്ധകാരത്തിന്റെ കുഴപ്പമെന്നറിയാവോ? അവനവനെയും പിടുത്തം കിട്ടുന്നില്ല. അവനവനായിരിക്കുന്ന പരിസരത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റാതെ പോകുന്നു. എല്ലാം ശരിക്കും താറുമാറാവും. ഷൂസെ സരമാഗുവിന്റെ അതിമനോഹരമായ ഒരു നോവലുണ്ട്. പോർച്ചുഗീസ് എഴുത്തുകാരനാണ്, നോബൽ സമ്മാനമൊക്കെ കിട്ടിയ റൈറ്ററാണ്. ഷൂസെ സരമാഗുവിന്റെ ദ ബ്ലൈൻഡ്നെസ്, അന്ധത എന്ന പേരിൽ അത് മലയാളത്തിലും പരിഭാഷപ്പെടുത്തി ലഭിക്കുന്നുണ്ട്. എത്ര വിചിത്രമായ, നമ്മളെ വിസ്മയിപ്പിക്കുന്നതല്ല, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന, തകർത്ത് കളയുന്നൊരു പുസ്തകമാണ്. പൊടുന്നതിനെല്ലാം അന്ധകാരത്തിലേക്ക് മാറുകയാണ്, ഒന്നും വ്യക്തമല്ലാതെ ആയി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകാശത്തെ സ്നേഹിക്കുന്ന മനുഷ്യരാകാനായിട്ട് നോമ്പുകാലം നമുക്ക് വിനിയോഗിക്കാം. ആ പ്രകാശത്തിൽ നമുക്ക് നമ്മളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും ആയിരിക്കുന്നിടത്തെയും സമൂഹത്തെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ കണ്ടെത്താം, ചേർത്ത് പിടിക്കാം. അവയോട് ചേർന്ന് നമുക്ക് ആയിത്തീരാം. ആമേൻ.